2025 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുകാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വർഷം തന്നെയാണ്. കേരള പി എസ് സിയിൽ അധികം ഒഴിവുകളോ അല്ലെങ്കിൽ അധികം നോട്ടിഫിക്കേഷൻസോ വരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. സെൻട്രൽ ഗവൺമെന്റ് അണ്ടറിൽ ഇഷ്ടംപോലെ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അതിന്റെ കുറേയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ എനിവേ അതിന്റെ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഇന്നിപ്പോ വന്നിട്ടുള്ള HPCL ആണ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ജൂനിയർ എക്സിക്യൂട്ടീവിലേക്ക് എന്ത് ചെയ്യാം നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എന്ത് ചെയ്യാം DFCCLന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ഇവിടെ ഡിപ്ലോമക്കാർക്ക് മാത്രമാണോ അപ്ലൈ വേണ്ടി പറ്റുന്നതായിട്ട് നമുക്ക് നോക്കാം. എനിവേ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ സിലബസ് കാര്യങ്ങൾ, എക്സാം ഡേറ്റ് കാര്യങ്ങൾ, അതേപോലെ എത്രയാണ് സാലറി ഉള്ള കാര്യങ്ങൾ, എത്രയാണ് വേക്കൻസി എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇമ്പോർട്ടന്റ് ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻസ്മെന്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 15th ജനുവരി 2025 രാവിലെ 9 മണി തൊട്ടാണ്. ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 14 തീയതി, ഫെബ്രുവരി 14 രാത്രി 12:59 വരെയാണ്. ഇതിലിപ്പം പറയുമ്പോൾ എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പോസ്റ്റ് തന്നെയാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. നല്ലൊരു പേ സ്കെയിലാണ്. ഏകദേശം 10 ലക്ഷമാണ് CTC പറയുന്നത്. അവര് 10 ലക്ഷമാണ് കോസ്റ്റ് കമ്പനി. അവർ ഒരു ഡിപ്ലോമ ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. അതുപോലെ ഏജ് ലിമിറ്റ് നോക്ക്, 25 വയസ്സാണ് ഏജ് ലിമിറ്റ് പറഞ്ഞത്. നമുക്ക് ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 30,000 തൊട്ട് 1,20,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ളത്. 65 വേക്കൻസി ഉണ്ട്. 65 വേക്കൻസി പറഞ്ഞാൽ നല്ലൊരു വേക്കൻസി തന്നെയാണ്. അതുപോലെ ഇവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 25 ആണ്. 25 വയസ്സുള്ളവർക്ക്, 25 വയസ്സ് വരെയുള്ളവർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ അവിടെ കുറവാണ്. നല്ലൊരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി, നല്ലൊരു സ്കെയിൽ, നല്ലൊരു പേ സ്കെയിലാണ്. ക്വാളിഫിക്കേഷൻ നോക്ക്, 3 years ഫുൾ ടൈം ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. എക്സ്പീരിയൻസ് അവിടെ ആവശ്യമില്ല. നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇതിൽ പല വേറൊരു ഓപ്പർച്യൂണിറ്റി വരാനില്ല. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്, എലിജിബിൾ ഡിപ്ലോമ. ഓക്കെ, ഇനിയിപ്പം ഷോർട്ട് ലിസ്റ്റിംഗ് ആൻഡ് സെലക്ഷൻ. ഷോർട്ട് ലിസ്റ്റിംഗ് നോക്ക്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഉണ്ട്, ഗ്രൂപ്പ് ടാസ്ക് അല്ലെങ്കിൽ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പിന്നെ സ്കിൽ ടെസ്റ്റ് ഉണ്ട്, പേഴ്സണൽ ഇന്റർവ്യൂ ഉണ്ട്. ഓക്കെ, വിച്ച് വുഡ് ബി അഡ്മിനിസ്ട്രേറ്റഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി പൊസിഷൻ റിക്വയർമെന്റ്. ഓക്കെ, അതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ കേസിൽ പറയുന്നത് ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടെക്നിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ഇന്റലക്ച്വൽ പൊട്ടൻഷ്യൽ ടെസ്റ്റ്, അതായത് ലോജിക്കൽ റീസണിങ്ങും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും. അതുപോലെ ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ ഏതാണ്, ഇപ്പം ഡിപ്ലോമ ഇലക്ട്രിക്കൽ ആണെങ്കിൽ ഇലക്ട്രിക്കലിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ ഉണ്ടാവുക. അതാണ് എക്സാമിനെ പറ്റിയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ കാൻഡിഡേറ്റ്സ് ക്വാളിഫൈ ഇൻ ദ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് മേ ബി കോൾഡ് ഫോർ ഗ്രൂപ്പ് ടാസ്ക് ഓർ ഗ്രൂപ്പ് ഡിസ്കഷൻ, സ്കിൽ ടെസ്റ്റ് ആൻഡ് പേഴ്സണൽ ഇന്റർവ്യൂ ഇൻ ഓർഡർ ഓഫ് മെറിറ്റ് ആൻഡ് പ്രീ ഡിറ്റർമിൻഡ് റേഷ്യോ. ആ റേഷ്യോ എത്രയാണെന്നില്ലാരും പറഞ്ഞിട്ടില്ല. മേ ബി 10:1 ആയിരിക്കും അവർ വിളിക്കുന്നുണ്ടാവും. പിന്നെ 5:1 പേഴ്സണൽ ഇന്റർവ്യൂ എന്ന രീതിയിലായിരിക്കാനാണ് സാധ്യത. അല്ലെങ്കിൽ 5:1 എന്ന രീതിയിൽ തന്നെ ഇനീഷ്യൽ സ്റ്റേജിന് എന്ത് ചെയ്യാം 5:1 എന്ന രീതിയിൽ വെക്കും. കണ്ടില്ലേ, എമോൾമെന്റ്സ് 10.58 lakh CTC കോസ്റ്റ് കമ്പനി. നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ്. ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പേ സ്കെയിൽ തന്നെയാണ് ഉള്ളത്. അത് കൂടാതെ കുറെ ബെനിഫിറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് അവിടെ പ്രീ എംപ്ലോയ്മെന്റ് മെഡിക്കൽ എക്സാംസ് ഉണ്ട്. പ്ലേസിംഗ് ആൻഡ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ എന്താ പ്ലേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമ്പനിക്ക് ഉണ്ട്. അതുപോലെ പ്രൊബേഷൻ പറയുന്നുണ്ട്. ദ സെലക്ടഡ് ഓഫീസേഴ്സ് വിൽ ബി പ്രൊബേഷൻ ഫോർ 1 year ഫ്രം ദ ഡേറ്റ് ഓഫ് ജോയിനിങ്. അപ്പോൺ ദി സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് പ്രൊബേഷൻ പീരീഡ് ദ ഓഫീസർ വിൽ ബി കൺസിഡർ ഫോർ കൺഫർമേഷൻ ആസ് പെർ ദ കമ്പനി പോളിസി. റീടെൻഷൻ എമൗണ്ട് ആയിട്ട് 5,000 വിളിക്കുന്നുണ്ട്. സോറി, 5,000 പെർ മന്ത് പിടിക്കുന്നുണ്ട്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. റിസർവേഷൻ ഉണ്ട്. SC ST PWD AWS കാൻഡിഡേറ്റ്സിന്റെ അവിടെ റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതാണ് കാറ്റഗറൈസ് വൈസ് റിസർവേഷൻ പറഞ്ഞിട്ടുള്ളത്. ടോട്ടൽ 234 ആണല്ലോ, അതായത് ഇലക്ട്രിക്കല്, സിവില്, മെക്ക എല്ലാം കൂടി കൂട്ടിയിട്ട് 96 അൺറിസർവ്ഡ്, EWS 23, OBC നോൺ ക്രിമിനലായിട്ട് 63, ST 17, SC 35 എന്നുള്ള രീതിയിൽ. അതുപോലെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. 5 വർഷം SC STക്കും, 3 വർഷം OBC നോൺ ക്രിമിനലിനും, 10 വർഷം PWD കാൻഡിഡേറ്റ്സിനും അവിടെ ഏജ് റിലാക്സേഷൻ പറഞ്ഞിട്ടുണ്ട്. ആപ്ലിക്കേഷൻ പ്രോസസ്സിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്ലിക്കേഷൻ ഫീ എല്ലാ കാൻഡിഡേറ്റ്സിനും ഉണ്ട്. പക്ഷേ SC ST കാൻഡിഡേറ്റ്സിന് എന്താ അപ്ലിക്കേഷൻ ഫീ എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, application fee is applicable for all positions. SC ST PWD candidates are accepted from the payment of application fee. 1,150 രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത്. അത് നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണ്. ഓക്കെ, 14 ലാസ്റ്റ് ഡേറ്റ്. ഫുൾ ടൈം റെഗുലർ കോഴ്സ് തന്നെ ആയിരിക്കണം, അല്ലാതെ പാർട്ട് ടൈംകാർക്ക് എന്തെങ്കിലും അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. HPCL സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇത് കംപ്ലീറ്റ്ലി എന്താ ഡിപ്ലോമക്കാർക്ക് മാത്രമാണെന്നാണ് പറഞ്ഞത്. കാൻഡിഡേറ്റ്സ് പൊസസിംഗ് ഇൻ ഹയർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ സച്ച് ആസ്
degree in engineering, BE, BTech, or any such equivalent qualifications are not eligible. അതുകൊണ്ട് എന്താ നിങ്ങൾക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. നേരെ മറിച്ച് നിങ്ങൾക്ക് ഡിപ്ലോമ പ്ലസ് ബിടെക് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ വേണ്ടി പറ്റും. അല്ലാതെ വെറും ബിടെക് ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ 3 വർഷം ഡിപ്ലോമ എന്നാൽ കമ്പൽസറി ആണ്. അപ്പോ ഡിപ്ലോമക്കാരെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ബിടെക്കാർ ഇല്ലാത്തൊരു എക്സാം ആണ്. ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ബിടെക് ഉള്ളവർക്ക് എന്താ അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പോ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോ നമുക്ക് എന്തായാലും മെയിലൊക്കെ ആയിരിക്കും ഇതിന്റെ എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതിന്റെ ഡേറ്റ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി ആയിട്ട് മാർച്ച് ഏപ്രിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണല്ലോ. ഇപ്പൊ മെയിലൊക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റുകൾ. അപ്പോൾ സിലബസ് ഇതാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡും ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജും ആണ് ഉള്ളത്. ഓക്കെ, ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്. 65 വേക്കൻസി ഉണ്ട് അവിടെ. 65 വേക്കൻസി നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് കേട്ടോ. 25 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി ഓക്കെ, താങ്ക് യു.